നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ലാൽ തന്നെയാണ് ഈ എപ്പിസോഡിലും നമ്മുടെ അതിഥി. ലാൽ എന്ന കുടുംബനാഥനെ, കുടുംബാംഗത്തെ നമ്മൾ ഈ എപ്പിസോഡിൽ അനാവരണം ചെയ്യും. ലാലിന് പുതിയൊരു പാഠം ഉൾക്കൊള്ളാൻ ആ സിനിമ സഹായിച്ചു. തീർച്ചയായിട്ടും ലാലിൻ്റെ സിനിമയോടുള്ള കാഴ്ചപ്പാടിലൊരു മാറ്റം വരുത്തിയത് അല്ല, അത് തീർച്ചയായിട്ടും എനിക്ക് ചിന്തകളിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ആ പടം തുടങ്ങുന്നത് ആ സിനിമയ്ക്ക് മുമ്പായിരുന്നെങ്കിൽ മകനുമായിട്ട് ചർച്ച നടന്നതെങ്കിൽ മകനുമായിട്ട് ഉടക്കി പിരിഞ്ഞേനെ. ഞാൻ ഉദ്ദേശിക്കുന്നതല്ല, ഒരുപക്ഷെ മകനൊക്കെ പ്രദാനം ചെയ്യുന്നൊരു സമൂഹം, അല്ലെങ്കിൽ ആ തലമുറയുടെ ഒരു വികാര വിക്ഷോഭങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഒരു ആസ്വാദന രീതി എന്താണെന്ന് മനസ്സിലായത് ലാൽ അഭിനയിച്ച് ആ സിനിമ വിജയിച്ചുകൊണ്ടല്ലേ? അതുകൊണ്ട് കൂടിയാണ് തീർച്ചയായിട്ടും. അത് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഓരോ നിമിഷങ്ങളും നമുക്ക് മാറ്റങ്ങളുണ്ട്. ആ സിനിമ കൊണ്ട് മാത്രമല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഓരോ സിനിമകളും ഓരോ വിജയങ്ങളും ഓരോ പരാജയങ്ങളും കാണുമ്പോൾ, ഞാൻ പരാജയപ്പെട്ട സിനിമകൾ കാണുന്ന ആളാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു തന്ന ഈ സിനിമയുടെ എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം, ഞാൻ അന്ന് പടത്തിൻ്റെ ആദ്യത്തെ സമയത്ത് റിലീസാകുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചാൽ പുളി തിന്നുന്ന ഒരു ക്ലാസ് റൂമിൽ ഒരു സീനുണ്ടല്ലോ ആഷിക്ക്, അതൊക്കെ വേണോ, അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞുകൂടെ, ഒക്കെ ഒരു ദുർമേധസ്സായിട്ട് കിടക്കുകയല്ലേ പടത്തിൽ. ഇല്ല കേട്ടോ, അത് വേണം, അതാണ് ഓക്കെ. പക്ഷെ പിന്നീട് പടമൊക്കെ വന്നതിന് ശേഷം ഞാൻ ആലോചിച്ചു, അത് എത്ര ഗംഭീരമായിട്ട് ഇവർ ചിന്തിച്ചു. എനിക്ക് അവരടുത്തൊക്കെ ഭയങ്കര റെസ്പെക്റ്റ് ആയിപ്പോയി. കാരണം ഇപ്പോൾ ഇംഗ്ലീഷ് സിനിമകളൊക്കെ കാണുമ്പോൾ അവർ വളരെ ഈ സ്കെയിൽ വെച്ചിട്ട് പടം എടുക്കുന്നവരാണ്. ഒരു ഹൊറർ പടം എടുക്കുകയാണെങ്കിൽ അവർ ആദ്യം തന്നെ ഒരു ഭയങ്കര ഹൊറർ, ഒരു പേടിപ്പിക്കുന്നൊരു ഷോക്ക് കൊടുത്തിട്ട് പിന്നെ സ്ലോ ആയിട്ട് പടം തുടങ്ങും. ഒരു ആക്ഷൻ പടം എടുക്കുകയാണെങ്കിൽ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം ആദ്യം കൊടുക്കും. എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ക്ലിക്ക് എന്നൊരു സംഭവം അടിച്ചിട്ടാണ് പിന്നെ ഒരു പടം ചെയ്യുന്നത്. ഇത് ഭക്ഷണത്തിനെ പറ്റി അത് ബാക്ക്ഗ്രൗണ്ടായിട്ടുള്ള അത് അറ്റ്മോസ്ഫിയറായിട്ട് വരുന്നൊരു സിനിമ എടുത്തപ്പോൾ പടം തുടങ്ങുമ്പോൾ തന്നെ എല്ലാ കാണാതിരുന്ന ആളുകളുടെ വായിൽ നിന്ന് ഉമിനീരിറക്കുന്ന ആ പുളി വലിച്ച് ചപ്പുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതാണ് ചെയ്തവരത്, ആ ഒരു സീൻ കൊണ്ടിട്ട് ഉദ്ദേശിച്ചത്. അത് അവർ പോലും അങ്ങനെ ഒരു ശാസ്ത്രീയമായിട്ട് ചിന്തിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതാണ് ആ സിനിമയെ നിർത്തിയിരിക്കുന്നത്. ഒരു ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമ കാണാൻ ഇവരുടെ ഉമിനീരൊക്കെ ഇറങ്ങിയിട്ട് ഇവർ തയ്യാറായി എന്നുള്ളതാണ്. അതിൻ്റെ എല്ലാ പൊട്ടി അവൻ ആ പടം കാണാനായിട്ട് അവർ പ്രിപ്പയർഡായി കാണാമെന്ന ആളുകൾ. അത് ഭയങ്കര ഒരു കളിയാണ്. ഹായ് ലാലേട്ട, ലവ് യു സോ മച്ച്. ലാലേട്ടന് അറിയാം ദാറ്റ് നമ്മളുടെ ഏറ്റവും എന്താ പറയുക എൻജോയ് ചെയ്തൊരു പടമാണ് സോൾട്ട് ആൻഡ് പെപ്പർ. ആൻഡ് ഐ തിങ്ക് ബോത്ത് ഓഫ് us really enjoyed. ലവ് യു ഫോർ ബീങ് മൈ റൊമാൻറ്റിക് പാർട്ട്ണർ. ലാലേട്ടൻ ബേസിക്കലി ഒരു ഷായ്, അല്ലാതെ ഒരു എന്താ പറയുക ഒരു സോഫ്റ്റ് പേഴ്സണാണ്. പക്ഷെ ലാലേട്ടൻ്റെ ഡാൻസ് കാണുമ്പോൾ ലാലേട്ടൻ വേറെ ഒരു പ്രകൃതിയാണ് വരിക, വേറൊരു തപ്പാങ്കുത്ത്. എങ്ങനെ ലാലേട്ട, ഹൗ ഡു യു ഡാൻസ്? ഏറ്റവും എനിക്ക് തോന്നുന്നത് ഏറ്റവും എൻജോയ് ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഐ തിങ്ക് ലാലേട്ടൻ ഏറ്റവും ജാസ്തി എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്നത് ഡാൻസിങ് ആണ്. ഹൗ? ബിക്കോസ് ലാലേട്ടന് അറിയണ ഒരാളായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ലാലേട്ടൻ ഇത്രയും ഒരു ലൈക്ക് സോഫ്റ്റ് ആൻഡ് ക്യൂട്ട് പേഴ്സണാലിറ്റി ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഹൗ കം ഈ ഡാൻസിൻ്റെ പ്രതി ഇത്രയും ഒരു ഇഷ്ടം വന്നത്? രണ്ട് ഭാഗമുണ്ട്. ഒന്ന് സോൾട്ട് ആൻഡ് പെപ്പറിലുള്ള ലാലുവായിട്ടുള്ള അഭിനയത്തെക്കുറിച്ച് ഇപ്പോഴും മധുരമായിട്ടാണ് ശ്വേതസൻ. പടമൊക്കെ ഇങ്ങോട്ട് അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ ശ്വേതയോടെ കൊണ്ട് മുഴുത്ത പ്രണയമായിപ്പോയില്ല. അല്ലല്ലോ, അഭിനയിച്ച് കഴിഞ്ഞപ്പോഴല്ല ശരിക്കും, അഭിനയിച്ച് പിള്ളേട്ട് പരിചയപ്പെട്ട പ്രണയമൊക്കെ പോവും. അത് ഇവിടെ അനുവദിക്കുന്നില്ല പല കാര്യങ്ങളും പറയാൻ, ഉള്ള വായിന്ന് വരുന്ന ചില സംഭാഷണങ്ങളൊക്കെ. പക്ഷെ ഞാൻ അന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പാട്ട് കണ്ട കാര്യമാണ്. ഞാൻ പടത്തിൽ ആദ്യത്തെ പ്രേമിക്കുമ്പോൾ എന്നുള്ള പാട്ടിൻ്റെ എൻ്റെ പോർഷൻസ് തനിയാണ്, ഇവളുമായിട്ട് കോമ്പിനേഷനേ ഇല്ല. ശ്വേതയുടെ വേറെ എടുത്തിരിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി എഡിറ്റ് ചെയ്തിട്ട് കാണുമ്പോഴാണ് ഞാനത് കാണുന്നത്. അപ്പോൾ ശ്വേത ഷൂട്ടിങ്ങിന് ജോയിൻ ചെയ്തിട്ട് പോലുമില്ല. പക്ഷെ പാട്ട് കണ്ടിട്ട് നമുക്ക് ഇവർ തമ്മിൽ ചേരേണ്ടതാണ്, അല്ലെങ്കിൽ ഇവള് ഞാനുമായിട്ട് ചേരേണ്ടതാണെന്നൊക്കെ പറയുന്ന ഒരു തോന്നൽ ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര പ്രണയം തോന്നുന്നു ഇവിടെ അടുത്ത് എന്ന് പറഞ്ഞു. അത് ശ്വേത വന്നപ്പോൾ തന്നെ ശ്വേത അടുത്തും പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞൊരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ പറഞ്ഞു, അബദ്ധത്തിന് പറഞ്ഞാണ്, അത് പിൻവലിച്ചേക്കുന്നത്. നീ എന്നെ പീഡിപ്പിക്കരുത്. പക്ഷെ ഭയങ്കര, ഞാൻ ഇതിനു മുമ്പ് ശ്വേത ഒരിക്കലും ഇവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടാവും, ഭയങ്കര പോസിറ്റീവ് എനർജിയുള്ള ഒരു പെൺകുട്ടിയാണ്. ഒരു സ്ഥലത്ത് വന്നിറങ്ങി ഒന്നുമില്ല, ഒന്നും മറച്ചു വെക്കാനുമില്ല, ഒന്നും, വളരെ ഓപ്പണായിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെ മുഖത്ത് അവളുടെ മുഖത്തുള്ള ചിരി പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാനുള്ളൊരു ഭയങ്കര കപ്പാസിറ്റി. അത്
അത് കാണുമ്പോൾ ജോയിൻ്റ് ഒക്കെ വിട്ടുപോകുന്നൊരു സംശയം എനിക്കുണ്ടായി. അല്ല അന്ന് കുറെ കൂടി ചെറുപ്പാ. ഇന്ന് ഇവരറിയും. ഞാൻ എങ്ങനെ ഈ പരിപാടിയിലേക്ക് വന്നു? ഏതാ? ശ്വേത പറഞ്ഞ ദപ്പാങ്കൂത്തിലേക്ക് എങ്ങനെ വന്നു? അല്ല, ഞാൻ ആദ്യം ഡാൻസ് ചെയ്യുന്ന പഞ്ചാബി ഹൗസ് എന്ന് പറഞ്ഞ പടത്തിലാണ്. അത് റാഫിയുടെ ഭയങ്കരമായിട്ടുള്ള കോൺഫിഡൻസ് ആയിരുന്നു. റാഫി എന്നിട്ട് കഥ പറഞ്ഞിട്ട് ഇതിനകത്ത് 2 പാട്ടുണ്ട് കേട്ടോ, ഡാൻസ് ഒന്നും ശരിയാവില്ല. ഇല്ല ഏട്ടാ, ആരും ചെയ്യാൻ പറ്റും, ആരുടെ താളമുള്ളതല്ല, ആരും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ തെലുങ്ക് പടത്തിലൊക്കെ അഭിനയിക്കാൻ പോകുമ്പോൾ ആദ്യം ചെയ്യുന്ന അവർ വിളിക്കുമ്പോൾ തന്നെ ആദ്യം എനിക്ക് തെലുങ്ക് ഒറ്റ അക്ഷരം അറിയില്ല കേട്ടോ, ഒരു വാക്കറിയില്ല. അത് കുഴപ്പമില്ല സാർ, അത് ഞങ്ങൾക്ക് കോൺഫിഡൻസാണ്. അങ്ങനെ അവരുടെ തലയിലോട്ട് വെക്കും, അവരുടെ ഉത്തരവാദിത്വമാക്കും ഞാനത്. അവരുടെ ഉത്തരവാദിത്വം ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പേടിക്കാനില്ല. ഡയലോഗ് തെറ്റിച്ചാലും അത് അവരുടെ ഉത്തരവാദിത്വം. ഞാൻ പറഞ്ഞിരുന്നതല്ലേ ആദ്യമേ എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ കാര്യത്തിലും അതിലാരായിട്ട് പറ്റും, ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ആണെന്ന് ഇവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രീ ആയി. ആദ്യം ഈ ഡാൻസ് ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വീട്ടിൽ ഭാര്യ മക്കളൊക്കെ എടുക്കാൻ പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചിരുന്നോ? അയ്യോ, അത് ഭയങ്കര ടെൻഷനായിരുന്നു ആദ്യത്തെ പഞ്ചാബി സ്റ്റൈലത്തെ ഡാൻസ്. ഞാൻ അന്ന് ശരിക്കും പറഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപിച്ചിട്ടാണ്, നല്ല ബോധമിലാണ് ഞാൻ ഡാൻസ് ചെയ്തത് അന്നത്തെ. സുബോധത്തിൽ ഡാൻസ് ചെയ്യാൻ പറ്റില്ല. സുബോധത്തിൽ ഡാൻസ് ചെയ്യാൻ പറ്റാത്തല്ല, സുബോധത്തിൽ എനിക്ക് ആളുകളെ ഫേസ് ചെയ്യാൻ പറ്റും. ആളുകൾ അടിച്ച് വീലായിട്ട് ഇയാൾക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിൽ ഇവരെന്നെ നോക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇയാൾക്ക് എന്തിൻ്റെ കാര്യം, എന്താണ് ഇയാൾക്ക് കാണിക്കുന്നത്? ഒരു കുപ്പി മുഴുവൻ താക്കിയോ? കഴിച്ചിട്ടുണ്ടാവണം. ഒരു കുപ്പി ഫുൾ ബോട്ടിൽ തിരക്കില്ലാതെ കഴിച്ചു. ലേബൽ കളഞ്ഞിട്ടുണ്ടാവും അല്ലേ? ലേബില് തുപ്പി കളഞ്ഞിട്ടുണ്ടാവൂലേ? അത് ചില അവസ്ഥകൾ. പിന്നെ ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ ഡാൻസ് കട്ട് പറഞ്ഞിട്ടുണ്ട് ലാല് തുടർന്നോ ഡാൻസ്? പിന്നെ എന്തും ചെയ്യാൻ നമ്മൾ റെഡി. എന്ത് ചെയ്യാനുള്ള മാനസികാവസ്ഥയായി. അതിനകത്ത് 100 കിലോ ഉണ്ട് മോഹിനി എന്ന് പറഞ്ഞ പെണ്ണൊക്കെ, അതിനൊക്കെ ഷോൾഡറിൽ വെച്ചിട്ട് ഡാൻസ് ചെയ്യേണ്ട പെടുത്ത. പക്ഷെ ഇവനുള്ള ഉള്ളിലുള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ല, അവൻ എടുത്തിട്ട് നടക്കുക. ഞാൻ അവിടെ മാറിയിരിക്കുക, ഇവൻ പൊക്കിക്കൊണ്ട് നടക്കുക. സ്വഭാവവിശേഷങ്ങളൊന്നും മാറ്റം വരുത്തിയിട്ടില്ല, മിക്കവാറൊന്നും മാറിയിട്ടില്ല. ഭാര്യയ്ക്ക് ഏറ്റവും ഭാര്യ അടിക്കുന്നതിനോട് ഭാര്യയ്ക്ക് പ്രശ്നമില്ല. ലാല് മദ്യപിച്ച് കാണുമ്പോഴാണ് അതിൻ്റെ ഉല്ലാസമൊക്കെ ഉണ്ടെന്നുള്ള ഭാര്യ പറയാറുണ്ട് മനസ്സിൽ. ഭാര്യയ്ക്ക് മാത്രമല്ല, എനിക്കും എന്നിലെ ഇഷ്ടപ്പെടാത്ത സ്വഭാവം അതാണ്. വലിയൊന്ന് നിർത്തി, പിന്നെ വീണ്ടും ഒരു ഇംഗ്ലീഷിൽ നിന്ന് മുംബൈ എന്നൊക്കെ കുറച്ച് പെൺപിള്ളേരെ കണ്ടപ്പോൾ വീണ്ടും വലിയ തുടങ്ങി. കറക്റ്റ്. നിങ്ങൾ 100-ൽ മാർക്ക് പഠിക്കട്ടോ. എന്നോട് ആ സിനിമ സംവിധാനം എൻ്റെ നമ്മുടെ ഒരു സുഹൃത്താണ്, അദ്ദേഹം പറഞ്ഞു കൊച്ചു പെൺപിള്ളേരിങ്ങനെ പോകലിക്കുന്ന കണ്ടപ്പോൾ ലാല് വിചാരിച്ചു എന്നാൽ ശരി അതുപോലെ ആയിക്കളാത്. അല്ല, അത് വലിയ ക്ഷീണമായി പോയി. 2-3 കാര്യങ്ങൾ. ഒന്ന് ഭയങ്കര തണുപ്പായിരുന്നു, മൂന്നാറിലായിരുന്നു. അപ്പോൾ തണുപ്പിൽ ഞാൻ 3 മാസമായിട്ട് പുകയിലേക്ക് നിർത്തിയിരിക്കുന്ന ഞാൻ എൻ്റെ മുമ്പിൽ വന്നിട്ട് ഡയലോഗ് പറഞ്ഞിട്ട് പെൺകുട്ടികളെ വന്നിട്ട് അപ്പോൾ സാർ മറ്റേ പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ ഈ ഒന്ന് പെട്ടെന്ന് ചെറുതായി പോയി എന്ന് തെറ്റിദ്ധരിച്ചു ഒരു സെക്കൻഡ്. നമ്മുടെ ആത്മാവിനെ ഒന്ന് കുത്തി. പിന്നെ പറഞ്ഞ പോലെ തണുപ്പും അങ്ങനെ അവിടെ തുടങ്ങിയിട്ട് പിന്നെ കുഴപ്പമില്ല. നമുക്ക് നിർത്തണ്ടല്ലോ, നിർത്തണം. എപ്പോൾ നിർത്താം? എത്രയും പെട്ടെന്ന് നിർത്തണം. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ജംഗ്ഷനിൽ വെച്ച് ഒരു പ്രഖ്യാപനം നടത്താം. ഈ ജംഗ്ഷനിൽ വെച്ചൊരു പ്രഖ്യാപനം നടത്താം, ഞാൻ ഇന്ന തീയതി മുതൽ പുകവലി നിർത്താൻ പോകും. നന്നായൊരു ചെയിൻ സ്മോക്കറായ ഒരാൾ ഈ ജംഗ്ഷനിൽ വന്നിട്ട് പുകവലി നിർത്തി, PC ജോർജ്. ആണല്ലോ. അദ്ദേഹം സെപ്റ്റംബർ 30 പുകവലി നിർത്തി. എത്രയോ പതിറ്റാണ്ടുകളുടെ ഒരു ദുശീലം. അപ്പം എത്ര സൽസ്വഭാവിയും സന്മാർഗനാണ് ഞാനെന്ന് മനസ്സിലായില്ലേ? നല്ല കാര്യം, വലിയ പുണ്യം കിട്ടുന്ന കാര്യം തന്നെ. അപ്പോൾ ഒരു കാര്യം ചെയ്താലേ നിർത്തണ്ടേ? എന്താ നിങ്ങൾ പറ. അതെ, അവര് കേട്ടത് നമുക്ക് ചർച്ച നിർത്തണ്ടെന്നാണ്. കലണ്ടർ തീയതി എടുത്തു. നിങ്ങളുടെ കയ്യിൽ രേഖ എൻ്റെ കയ്യിൽ രേഖയായിട്ട് സാമ്യമുണ്ട്. എന്തൊരു നമുക്കൊരു പൊരുത്തമുണ്ട് കേട്ടോ. ഏതാ ഡേറ്റ് എടുക്ക്. അങ്ങനെയാണ് നീട്ടി വെക്കരുതല്ലോ. എന്നാ പറഞ്ഞോ, തീരുമാനിച്ചു. നമുക്ക് ചർച്ച നിർത്താമല്ല? അല്ല, അവിടെ ഒരു മാസം കൊണ്ട് നിർത്താം. ഒരു മാസം. അപ്പം എത്രയാണ് ഒരു മാസം? നവംബർ 7 ഈ ലാൽ സിഗരറ്റ് വലി നിർത്താൻ പോവുകയാണ്, പുകവലി നിർത്താൻ പോവുകയാണ്. യെസ്, എനിക്ക് എന്തൊരു സ്നേഹമായി. ലാൽ, എൻ്റെ അപ്പൻ പോലും ലാലിന് ഇതുപോലെ മര്യാദ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. എൻ്റെ വൈഫ് പറയുന്നുണ്ടാവും, ഈ ബ്രിട്ടാസ് ഇത്ര നാളെ പരിചയപ്പെട്ടു, ഇയാളെ കൊണ്ട് എനിക്കൊരു ഗുണം ഉണ്ടാവും.
അല്ല വൈഫിന് നമ്മളോട് എതിർപ്പാണോ? ഇല്ലില്ല, എൻ്റെ മകനൊക്കെ നിങ്ങളുടെ വലിയ ഫാനാണ്. ഫാനാണല്ലേ? രക്ഷപ്പെട്ടു കുടുംബത്തിൽ. ഞാൻ ഈ പരിപാടിക്ക് വരാൻ കാരണം അവനാണെന്ന് പറയാം. അപ്പോൾ പപ്പ അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ വേറെ കാര്യമുള്ള പപ്പ ആയാലും പോയി അവിടെ പോയി നുണ പറയില്ല എന്ന് എനിക്കറിയാം. നുണ പറയുന്നവർക്കല്ലേ പിന്നെ പറയുമ്പോൾ തെറ്റിപ്പോകുന്ന പ്രശ്നം വരുന്നുള്ളൂ. എക്സാക്ട്ലി. സത്യമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ലാലേഷ്, യഥാർത്ഥത്തിൽ ഇത് വളരെ കറക്റ്റാണ് നിങ്ങളുടെ മകൻ. എന്താ കാരണം അറിയോ? ഓർമ്മശക്തി യഥാർത്ഥത്തിൽ വേണ്ടത് നുണ പറയുന്നവർക്കാണ്. നുണ പറയുന്നു. അയ്യോ, എന്നുവെച്ചാൽ ഇത് രണ്ടും കൂടി ചേഞ്ച് ചെയ്യും. ഈ പിള്ളേർക്ക് അറിയാം നന്നായിട്ട്. കൂട്ടിമുട്ടാണ്ടാവും. ഇത് രണ്ടും കൂടി ഇപ്പോൾ വീട്ടിൽ കള്ളം പറഞ്ഞു അവസാനം അവിടെ എത്തുമ്പോൾ പിടിക്കും. ഇതൊക്കെ അവർക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ലാലിലെ നടൻ വീണ്ടും പക്വത ആർജിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമ ഒഴിമുറി. ഒരുപക്ഷെ ക്രൗര്യം നിറഞ്ഞ, എന്താ പറയുക, ഒരു മനുഷ്യൻ്റെ ഏറ്റവും മോശപ്പെട്ട സ്വഭാവത്തിൻ്റെ എല്ലാ തലങ്ങളും, എന്നാൽ അന്തർധാരയായി ഒരു മനുഷ്യൻ്റെ നന്മയും കൂടി നിറഞ്ഞു നിൽക്കുന്നൊരു സിനിമ ഒഴിമുറി. ദേശീയ ബഹുമതി, സ്പെഷ്യൽ ജൂറി മെൻഷൻ. ലാൽ ഗംഭീരമായിരുന്നു. ആക്ച്വലി ഞാൻ ഈ ഒളിമുറി പടം കണ്ടായിരുന്നു. കണ്ടിട്ട് ഞാൻ ഉടനെ വിളിക്കുകയും ചെയ്തു നിങ്ങളെ. അതിനകത്ത് നിങ്ങളുടെ അഭിനയം ഒരു എന്താ പറയാനാ, സംതിങ് ഫാൻറ്റാസ്റ്റിക്. അതിനൊരു സ്പെഷ്യൽ റീസൺ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ കറങ്ങി നടന്ന സ്ഥലങ്ങളാണ് വെസ്റ്റ് നെയ്യൂർ, കുലശേഖരം, മാർത്താണ്ഡം, കുണ്ടുകുളി, തടിക്കാരൻകുളം, ആ ഏരിയ. അപ്പോൾ അവിടെ ഒരു നല്ലൊരു ഭാഗം മലയാളീസ് ഉണ്ട്. അവർ ആക്ച്വലി ദേ ആർ നോട്ട് എക്സാക്ട്ലി ഇവിടെ താമസിക്കുന്ന മലയാളീസ് അല്ല. അവർ ദാറ്റ് ഈസ് എ സെപ്പറേറ്റ് ഒരു കൾച്ചറാണ്. ബട്ട് ക്വസ്റ്റ്യൻ ഈസ്, ഇത് എങ്ങനെ സാധിച്ചു നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് ആ ഭാഗത്തിലുള്ള ഒരു ടിപ്പിക്കൽ ആളായിട്ട് അഭിനയിക്കാൻ എങ്ങനെ സാധിച്ചു എന്നുള്ളത് ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഒരുപക്ഷെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി മലയാളിയുടെ വാർത്തായുഗത്തിലെ ഏറ്റവും വലിയൊരു ദുരന്ത കഥാപാത്രമാണത്. നമ്പി നാരായണൻ ISROയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. ചാരക്കേസിൽ പ്രതിയായി ഒരുപാട് അനുഭവിച്ചു. സമസ്തവും നഷ്ടപ്പെട്ടു. പക്ഷെ ആ മനുഷ്യൻ്റെ മനസ്സിനെ പോലും ലാലെന്നുള്ള കഥാപാത്രം പിടിച്ചുലച്ചു. അദ്ദേഹം പടം കണ്ടിട്ട് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി. കാരണം നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്തു നിന്നുള്ളൊരു വിളിയാണ്. നമ്മുടെ സുഹൃത്തുക്കൾ വിളിക്കുന്നു, ബന്ധുക്കൾ വിളിക്കുന്നു, സിനിമയിലുള്ളവർ വിളിക്കുന്നു. അതിനൊക്കെ വ്യത്യാസമായിട്ട് നമുക്ക് എന്താ പറയുക, അദ്ദേഹത്തിന് തന്നെ വിളിക്കേണ്ട ഒരു കാര്യമില്ല, ഒരു പൊരുത്തമില്ല നിങ്ങൾ. അപ്പോൾ അതങ്ങനെ പുള്ളി വിളിക്കണമെങ്കിൽ അത് എത്ര കണ്ട് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്പർ തേടി പിടിച്ച് വിളിച്ചത്. അത് ഒരു വലിയ അവാർഡാണ്. സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തോടൊപ്പം വേണമെങ്കിൽ നിൽക്കാൻ പറ്റുന്ന ഒരു അതെ, തീർച്ചയായിട്ടും. ഇതുപോലുള്ള എത്രയോ പ്രേക്ഷകരെ ലാലെന്നുള്ള നടൻ സ്വാധീനിച്ചിട്ടുണ്ടാകുന്നു. നമസ്കാരം ലാലേട്ടാ. എനിക്ക് ഈ പ്രോഗ്രാമിലൂടെ ചേട്ടനോട് ചോദിക്കാനുള്ളത്, ചേട്ടൻ ഒരുപാട് സിനിമകളിൽ ഹ്യൂമറിന് പ്രാധാന്യമുള്ള ക്യാരക്ടറുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സിനിമകളിൽ വളരെ സീരിയസ് ആയിട്ടുള്ള അഭിനയവും കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ സീരിയസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഒഴിമുറി എന്ന സിനിമയിലെ ചേട്ടൻ്റെ പ്രകടനം. ഗംഭീര പ്രകടനമാണ്. ഞാൻ ചേട്ടൻ്റെ പല പ്രാവശ്യം പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, ഒരു ആക്ടർ എന്ന രീതിയിൽ ചേട്ടന് ഹ്യൂമർ ചെയ്യാനാണോ കൂടുതൽ സ്ട്രെയിൻ, അതോ ഈ സീരിയസ് റോൾ ചെയ്യാനാണോ കൂടുതൽ പ്രയാസം? അത് ഈ പ്രോഗ്രാമിലൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ചെയ്യാൻ ബുദ്ധിമുട്ട് മറ്റേ ഹ്യൂമർ തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഞാനിപ്പോൾ അടുത്ത കാലത്ത് ചെയ്ത 2 പടങ്ങൾ പറയുകയാണെങ്കിൽ, ഹസ്ബൻഡ്സ് ഇൻ ഗോവ എന്ന് പറഞ്ഞ പഠിപ്പിച്ചു, പിന്നെ ഇപ്പോൾ ശൃംഗാരവേലൻ എന്ന് പറഞ്ഞ പഠിപ്പിച്ചു. അതെന്ന് പറഞ്ഞാൽ കുറച്ച് കാർട്ടൂൺ സ്വഭാവമുള്ള, കുറച്ച് എന്താ പറയുക, ഒരു അങ്ങനത്തെ ഒരു മനുഷ്യൻ നമ്മുടെ ജീവിതത്തിൽ ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനെ വളരെ ഇളകി തകർത്തഭിനയിക്കുന്നു. അത് ഈ പറഞ്ഞ പോലെ വേണമെങ്കിൽ ഒരാൾക്ക് കണ്ടിട്ട് ഇയാളെന്തേ കാണിക്കുന്നത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. എന്ന് ചോദിച്ചാൽ അത് ഭയങ്കര കുഴപ്പവും. അപ്പം അതിൻ്റെ ഒരു ബ്രിമ്മിൽ നിന്നിട്ടുള്ളൊരു കളിയാണ്. അത് ഭയങ്കര അപകടകരമാണ്. ഈ ഒഴിമുറിയിലെ കഥാപാത്രം എന്നൊക്കെ പറയുന്നത് അത് ബുദ്ധിമുട്ട് തന്നെ, അതിൻ്റെ സെറ്റിലിറ്റിയും കാര്യങ്ങളൊക്കെ. പക്ഷെ നമുക്ക് ഇപ്പോൾ മേക്കപ്പ് ചെയ്ത് കണ്ണാടിയിൽ നോക്കി റെഡിയായി കുറച്ച് നേരം ഇരുന്നിരുന്ന് നമ്മൾ അതായിട്ട് അങ്ങോട്ട് മാറുന്നൊരവസ്ഥയുണ്ട്. പിന്നെ നമുക്ക് നമ്മൾ അങ്ങനത്തെ പടങ്ങളിലൊക്കെ പോകുമ്പോൾ പിന്നെ തമാശ പറയൽ, ഉറക്കെ സംസാരിക്കണമെന്നുണ്ടാവില്ല. ഇപ്പോൾ ക്യാരവനിലായിരിക്കുന്ന ക്യാരവനിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങണമെങ്കിൽ
2 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ഓരോ സ്റ്റെപ്പിലും 2 കാലും വെച്ചിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. സാധാരണ ഇറങ്ങുന്ന പോലെ നമുക്ക് ചാടി ഇറങ്ങാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഗെറ്റപ്പൊക്കെ ആണെങ്കിൽ ആ പ്രായവും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാം. അല്ലാത്ത സമയങ്ങളിലും 100% അഭിനയിക്കുക എന്നുള്ളതല്ല, ആ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ അത് നമുക്കിങ്ങനെ ഈ ശൃംഗാരവേലനിലോ അല്ലെങ്കിൽ അസ്മിൻ സിംഗ് ഗോവയിലോ ക്യാരക്ടർ വെറുതെ ഇരിക്കുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് ഞാൻ അടിയിട്ടാണ്. അപ്പോൾ ഭയങ്കര കുഴപ്പം. അപ്പോൾ അത് നമ്മൾ സാധാരണ മനുഷ്യരായിട്ട് നമ്മളെപ്പോലെ ഇങ്ങനെ നിന്നിട്ട് ക്യാമറ മുമ്പിൽ ചെന്നിട്ട് പെട്ടെന്നൊരു വേറൊരാളായിട്ട് ഒരു കുഴപ്പം പിടിച്ച ആളായിട്ട് മാറുന്നൊരവസ്ഥയുണ്ട്. അത് നമുക്കും അറിയില്ല നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന്. കാരണം മനുഷ്യൻ ചെയ്യുന്ന പോലെ ഹ്യൂമർ ആകാൻ വേണേൽ കോപ്രായം ആകാം. ഒരു കോപ്രായത്തിന് തൊട്ടിപ്പുറത്ത് നിന്നിട്ടുള്ള സ്ഥലത്ത് നിന്ന് വേണം അത് കളിക്കാൻ. സ്വന്തം ഒരു വിശ്വാസമുണ്ട്. വിശ്വാസമല്ല, എൻ്റെ ഒരു ഞാനൊരു മറ്റു നടനെ കാണുന്ന പോലെയൊക്കെ തന്നെ നോക്കിയാലും അങ്ങനെ ആ ഒരു വിശ്വാസത്തിലാണ് നാഷണൽ ജൂറി താങ്കൾക്ക് സ്പെഷ്യൽ മെൻഷൻ തന്നത്. ആയിരിക്കും. ലാലിൻ്റെ കയ്യിൽ ആ സിനിമ ഭദ്രമായിരുന്നു. ഒരുപക്ഷെ ലാലിനെ അക്നോളജ് ചെയ്യാതെ അടിവരയിടാതെ ഈ ഒരു അവാർഡ് നിർണയ പ്രക്രിയ പൂർത്തിയാക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ലാലിൻ്റെ ഒരു അഭിജയകാംക്ഷയെ വേണേൽ കൊണ്ടുവരാം. ലാൽജി, നമ്മൾ ഒരുമിച്ചാണ് ഡൽഹിയിൽ പോയി നാഷണൽ അവാർഡ് വാങ്ങിച്ചത്. നമ്മുടെ ഈ 2 ചിത്രങ്ങളും, അതായത് കേരളത്തിൽ ഈ ചിത്രങ്ങൾ അവാർഡിന് പോയതാണ്. ഇവിടെ നമ്മുടെ വീട്ടിൽ നമ്മളെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ നമുക്ക് ഏറ്റവും പരമോന്നതമായ ആ ലെവലിൽ അവാർഡ് കിട്ടി. ഈ പ്രവണത നല്ലതാണോ എന്നുള്ളതാണ് അങ്ങയോടുള്ള എൻ്റെ ചോദ്യം. ഇനി ബ്രിട്ടാസായിട്ട് കുഴപ്പം തോണ്ടി ചിരണ്ടി എന്നൊന്നും പറയരുത്. കൽപ്പന ചോദിച്ചേക്കുന്നത് നമ്മുടെ വീട്ടിൽ നമുക്കൊന്നും അംഗീകാരം കിട്ടിയില്ല, അവിടെ പോകേണ്ട വന്നു. ഇതിപ്പോൾ ഈ അഭിനയത്തിൻ്റെ കാര്യത്തിലോ അല്ല ആസ്വാദനത്തിൻ്റെ കാര്യത്തിലോ ഒന്നും ഒരു പ്രത്യേകിച്ച് സ്കെയിലൊന്നുമില്ല. ആളെന്ന് അവൻ്റെ അഭിനയം 2.5 ounce ഉണ്ട്, മറ്റേത് 3 ounce ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് കൊടുക്കാമെന്ന് പറയുന്ന ഒന്നുമില്ലല്ലോ, തോന്നലുകളല്ലേ. എന്നാലും വിലയിരുത്തുമ്പോൾ ഇതാണോ അതാണോ നന്നാകാൻ മനസ്സിലാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. എവിടെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിൽ സ്റ്റേറ്റ് അവാർഡ് കമ്മിറ്റിയിലുള്ളവർ എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതല്ലെങ്കിൽ നാഷണൽ അവാർഡ് അവിടെ ഇരുന്നവരുടെ ജഡ്ജ്മെൻറ്റ് ശരിയല്ല. എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ലാലെവിടെ നിൽക്കണേ? ഇദ്ദേഹം എവിടെ നിൽക്കണേ? ഞാൻ സ്വാഭാവികമായിട്ടും എൻ്റെ കൂടെ നിന്നവരുടെ കൂടെ നിൽക്കാൻ എനിക്കിഷ്ടം. അതിനർത്ഥം സ്റ്റേറ്റ് അവാർഡ് കമ്മിറ്റിക്കായി തെറ്റുപറ്റിയെന്നല്ലേ ലാലെ എൻ്റെ മലയാള പരിഭാഷ? ഞാൻ പറയും ഞാൻ ആ ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റിനെ വീണ്ടും കൊണ്ടുവരും. ഇല്ല, അതൊക്കെ എനിക്ക് അവിടെ ഒന്ന് കാണണം കേട്ടോ. അല്ല ബിറ്റാസ്, ഇതൊക്കെ ഓരോ തോന്നലുകളാണ്. ഇപ്പം എന്താ പറയാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടായിരിക്കില്ല എനിക്ക് ഇഷ്ടപ്പെടുന്നത്. സ്വാഭാവികം. ഇത് രണ്ടും 2 ഒരു കമ്മിറ്റി. ആസ്വാദനത്തിന് തലമാണ്. ആ സമയത്ത് അവർക്ക് അന്ന് തോന്നിയ ആ മൂഡിൽ പിന്നെ അന്ന് വൈഫായിട്ട് വഴക്കിട്ടിട്ട് വന്നിരുന്നാൽ പോലും നമുക്ക് നമ്മൾ ഒരു കാര്യം കാണുന്നത് വേറെ വിധത്തിലായിരിക്കും. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്വാധീനിക്കും. അങ്ങനെ പറ്റിപ്പോയതായിരിക്കും. ലാൽ അങ്ങനെ വളരെ ഷാർപ്പായിട്ടൊരു ജഡ്ജ്മെൻറ്റിന് തയ്യാറല്ല. അതായത് ഈ ഒരു അവാർഡ് എനിക്ക് കിട്ടേണ്ടിയിരുന്നതാണ്, സംസ്ഥാന അവാർഡ് നിർണയ സമിതി എന്നോട് അനീതി കാണിച്ചു, അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. പക്ഷേ ഒരു വിഷമമുണ്ട്. വിഷമമുണ്ട്. പിന്നെ അത് ഞാൻ ഓരോരുത്തരുടെ ടേസ്റ്റ് എന്ന് പറയില്ലേ, എൻ്റെ ടേസ്റ്റിൽ എനിക്ക് അഭിപ്രായം പറയാമല്ലോ. എനിക്ക് കിട്ടേണ്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ പരാതിയില്ല. കാരണം അത് ബ്രിട്ടാസ് ഇഷ്ടപ്പെടണമെന്ന് എനിക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. അവാർഡുകൾ നിർണ്ണയിക്കുന്ന മനുഷ്യന്മാരാണ്. പിന്നെ അല്ലേ? പിന്നെ ഇതുപോലുള്ള ജീവിത മുഹൂർത്തങ്ങൾ എത്ര മനോഹരമായിട്ട് അതിൻ്റെ വികാര തീഷ്ണതയിൽ പകർത്തുന്ന ലാല്, അതേസമയം തന്നെ തൊട്ടപ്പുറത്ത് നല്ല വാണിജ്യ സിനിമകൾ തിമർത്താടും. ഒരു കുഴപ്പമില്ല. ആരോ പറഞ്ഞാൽ ഒരു ചളുപ്പും അവനില്ലാന്ന് പറഞ്ഞു. ചളിപ്പൊക്കെ ഉണ്ടോ? പിന്നെ അതൊക്കെ ഉണ്ടോ? അതിപ്പോ മറ്റു സിനിമയാണ്, ഏത് സിനിമയാണെങ്കിലും. ഈ സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞ പടത്തിന്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തു മ്യൂസിയത്തിൽ, ട്രിവാൻഡ്രം മ്യൂസിയത്തിൽ. എന്താണ് സിറ്റുവേഷൻ എന്നും ആളുകൾക്ക് അറിയില്ലല്ലോ. അവിടെ എടുക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ഞാനും ശ്വേതയും കൂടി നടന്ന് പാട്ട്, ഒരു തമിഴ് പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. അന്ന് തമിഴ് പാട്ട് പ്ലേ ചെയ്തിരിക്കുന്നത് പടത്തിലൊരു റീ റെക്കോർഡിംഗ് മ്യൂസിക്കാണ് വായിച്ചിരിക്കുന്നത്. തമിഴ് പാട്ട് പ്ലേ ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ അടുത്തടുത്ത് വരുന്നു. ഞങ്ങളുടെ ചുറ്റിനും തലയിൽ വലിയ സൂര്യകാന്തി പൂവിൻ്റെ ഇലകൾ വെച്ചിട്ട്, പൂക്കൾ വെച്ചിട്ട് കുറേ കുട്ടികൾ ഇങ്ങനെ നിന്നിട്ട് കുറേ മറ്റേ പേപ്പർ എറിയുന്നു. ഇത് കണ്ടു നിൽക്കുന്നവർക്ക്, അത് മാത്രം കാണുന്ന ഒരാൾ, അവിടെ നിന്ന് ഷൂട്ടിംഗ് കാണുന്നവർക്ക് ഏതൊരു തല്ലിപ്പൊളി പടം എന്തിനാണിത്? അവര് 2 അമ്മച്ചിയും അമ്മാവനും തമ്മിൽ ലവും, കുറെ കുട്ടികൾ പൂക്കളൊക്കെ ആയിട്ട്. എനിക്ക് എന്റെ മനസ്സിലറിയാം ഇവരൊക്കെ ചിന്തിക്കുന്നത് ഇതാണ്. അതറിഞ്ഞുകൊണ്ട് അഭിനയിക്കുമ്പോൾ ഒരു ചമ്മലുണ്ട്. പക്ഷെ ഇവരടുത്ത് മൈക്കെടുത്തിട്ട് അങ്ങനെയല്ല മോനെ, ഇത് നമ്മുടെ സിനിമയുടെ കഥ ഇങ്ങനെയാണ് വരുന്നത്, അതുകൊണ്ട് ഇത് ഓക്കെ ആണെന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് നിവൃത്തിയില്ലല്ലോ.
അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചമ്മും, ഭീകരമായിട്ട് ആ ചമ്മൽ ശരിക്കും പറഞ്ഞാൽ പടത്തിൽ ആ സീനിൽ എൻ്റെ മുഖത്ത് കാണാം. പക്ഷെ അത് ഭയങ്കര പ്ലസ് ആയി ആ സിറ്റുവേഷൻ. ആ സിറ്റുവേഷൻ ഒരു പക്ഷേ ഒരു നാണമുള്ള ഇത്ര ഈ ഒരു മധ്യവയസ്കയിൽ സ്നേഹിക്കുന്ന ഒരു പുരുഷനുണ്ടാകുന്ന ഉണ്ടാകുന്ന ഒരു എല്ലാ ജാളിതയും ആ ജാളിത അതിനകത്ത് വന്നു. അതാണ് കറക്റ്റ് ആയിട്ടുള്ള വാക്ക്, ജാളിത. പക്ഷേ ഈ വാണിജ്യ സിനിമകളിൽ ലാല് തിമിർത്താടുമ്പോൾ ലാലിന് യാതൊരു ജാളിതയില്ല. ലാലെന്നുള്ള കച്ചവടക്കാരൻ അവിടെ സടകുടഞ്ഞെഴുന്നേക്കും അഭിനയിക്കുമ്പോഴോ. ആ ഈ പടത്തെ വിജയിപ്പിക്കാൻ എൻ്റെ എനർജി വേണം. അല്ല, എന്നിൽ അർപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ദൗത്യം എന്താണ് അത് ഞാൻ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. ഞാൻ അതിന് അഡ്വാൻസ് വാങ്ങിച്ച് അതിനകത്ത് അഭിനയിക്കാനായിട്ട് പക്ഷേ സിനിമയുടെ എല്ലാ സങ്കേതങ്ങളിലൂടെയും ലാല് കടന്നു പോയത് കൊണ്ട് പൈസ ഇറക്കുന്നവന്റെ വിഷമം ഉൾപ്പെടെ എല്ലാം അറിയാം. അറിയാം, തീർച്ചയായിട്ടും ആസ്വദിച്ച് ചെയ്ത രംഗമല്ലേ, ഭയങ്കരമായിട്ടും ചെയ്ത്. ബ്രാൻഡ് മാറി അന്നേരം. എന്തോ ഇല്ല അതേ ബ്രാൻഡ് തന്നെയായിരുന്നു. എത്ര കഴിച്ചിരുന്നു ഷൂട്ട് ചെയ്യുമ്പോഴോ? ഇതൊക്കെ ഒരുപാട് പേരെ വഴിതെറ്റിങ് സാർ. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത, എനിക്ക് നുണ പറഞ്ഞ് ശീലമില്ല, അതുകൊണ്ട് ഞാനുള്ള കാര്യം പറയും. അല്ലെങ്കിൽ നിങ്ങളിതൊക്കെ കട്ട് ചെയ്ത് തോട്ടിക്കളാം. സത്യം പറഞ്ഞു എന്തിനാ ഇപ്പം ഇത് നാളെ അഭിനയിക്കാൻ വരുന്നവർക്കൊക്കെ ഇത് അവർക്ക് അത് തോന്നലുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ മോശമല്ലേ? ഞാൻ നുണ പറയില്ല. എന്നാ സത്യം പറഞ്ഞു. ഇതിൽ കൂടുതൽ എന്ത് പറയാനാ? ലേബല് ബാക്കി വെച്ചു. അതെ അതെ അതെ. ഞാനും സത്യം പറഞ്ഞില്ല, അതെ. ലാല് സത്യവും പറഞ്ഞു. ജനത്തിനൊട്ടും പിടുത്തം കിട്ടിയില്ല എന്ന് നമ്മൾ രണ്ടുപേരും വിചാരിച്ചു. എല്ലാം പിടുത്തം കിട്ടുകയും ചെയ്തു. ഇതാണ് സിനിമ യഥാർത്ഥത്തിൽ. ഒരു ബൈറ്റിലേക്ക് ലാലേട്ടൻ നന്നായിട്ട് പാട്ട് പാടി തെളിയിച്ചു, നന്നായിട്ട് ലിറിക്സ് എഴുതി തെളിയിച്ചു. പിന്നെ ഇത്രയും നാൾ ചെയ്ത എല്ലാ ജോലികളും സിനിമയിലുള്ള, അതായത് ഡയറക്ഷൻ, എഴുതുന്നത്, ഡയലോഗ്സ്, സ്ക്രീൻ പ്ലേ എല്ലാം ലാലേട്ടൻ പതിവ് പോലെ തന്നെ ഉഗ്രനായിട്ട് ചെയ്യുന്നുണ്ട്. ഇതൊന്നുമല്ലാതെ ഒരു പക്ഷേ അടുത്തൊരു പടത്തിൽ, ജീൻ്റെ പടമാണെന്ന് തന്നെ വെച്ചോ, ഹണി ബീക്ക് ശേഷം ഹണി ബീ 2-ൽ ലാലേട്ടൻ്റെ അടുത്ത് ജീൻ പറയാണ്, പപ്പ നമുക്ക് എന്തിനിപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ, പപ്പ തന്നെ പാട്ടുണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ എന്ത് ചെയ്യും? ചോദ്യം ചോദിക്കണം, ഇങ്ങനെ ചോദിക്കണം അല്ലേ? അതെ. വെറുതെ ഇയാൾ ഞാനത് ഉത്തരം പറയും. ഈ ഉത്തരം കേൾക്കുമ്പോൾ ജീനത് കൊള്ളാമല്ലോ എന്ന് തോന്നും. ഇയാൾ തന്നെയാണ് പണികളെ വേണ്ടി ഇറങ്ങി. അവന് സിനിമ മുഴുവൻ ഉത്തരവാദിത്തം എൻ്റെ തലേ വരും. ഞാൻ ചെയ്യും കേട്ടോ, ചെയ്യും. എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ ചെയ്യും. ഞാൻ ഈ പാട്ട് പാടി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് നിസ്സാര കാര്യമെന്നാ. അക്രമ പണി ഞാൻ ചെയ്തത് വലിയ സംഭവം കേട്ടോ. നിങ്ങൾ ഞാൻ ഭയങ്കര സംഭവം. സംശയം വേണ്ട. അതാ ഞാൻ പറഞ്ഞു, എന്നിൽ വിശ്വാസം അർപ്പിച്ച് അങ്ങനെ ഒരു കാര്യത്തിന് അത് കുറച്ച് പ്രാവശ്യം കേട്ട് എനിക്കത് വിശ്വാസം വന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ജീൻ ഇതാ പപ്പ ഒരു വാക്ക് കൊടുത്തിരിക്കുകയാണ്. ഇനിയിപ്പം പപ്പ നൽകിയ വാഗ്ദാനം നിറവേറ്റാൻ നല്ലൊരു പുത്രൻ ബാധ്യസ്ഥനാണ്. സംഗീത സംവിധായകൻ ലാൽ ഇതാ നമ്മുടെ സമൂഹത്തിൽ ഉരുത്തിരിയാൻ പോകുന്നു. അങ്ങനെ സിനിമയിൽ അദ്ദേഹം കൈവെക്കാത്ത ഒരു മേഖലയിൽ കൂടി ലാൽ കൈവെക്കാൻ പോകുന്നു. യെസ്. അല്ല, ഞാൻ ചെയ്യുന്നല്ലോ പറഞ്ഞു. നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ചെയ്യുന്നല്ലേ പറഞ്ഞേ. അതായത് എന്നെ സ്നേഹിച്ച് വിശ്വസിച്ച് ഒരാൾ ചോദിച്ചാൽ ഞാൻ ചെയ്യും. പല അക്രമങ്ങളും ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു അക്രമം ഞാനിപ്പോ ഈ ഹണിബിനെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് സാർ. അതന്നെ ഞാൻ പറയണേ. അപ്പൊ അത് ഞാൻ എഴുതിയാലും ശരി, പലരെ കൊണ്ട് എഴുതിച്ചോ പപ്പ എഴുതിയ കറക്റ്റ് ആവും. പപ്പ എഴുതിയ ഞാൻ നോക്കാടാൻ പറഞ്ഞു എഴുതി നോക്കാം. നമ്മുടെ എഴുതി അവസാനം ദീപക്ക് വായിച്ചിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ 1-2 പേരെ കൊണ്ട് എഴുതിച്ചു. ദീപക്ക് പറഞ്ഞു ഡയറക്റ്റ് ഇത് തന്നെയാണ് നല്ലത്, ഇതിൻ്റെ അടുത്തെങ്കിലും വരുന്നില്ല, അത് ശരിയായിക്കോട്ടെ അങ്ങനെ പാട്ട് വെച്ച് പാടിയിരുന്നു. അപ്പൊ അങ്ങനെ ജീനിന് കടുത്ത വിശ്വാസം പപ്പയുടെ മുകളിൽ സിനിമയുടെ കാര്യത്തിൽ. അവൻ പക്ഷേ പാട്ട് മ്യൂസിക് ഞാൻ പറയും. എന്താ കാരണം അറിയോ? പറയാതെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവൻ നമ്മൾ എത്തിച്ചു പോകും. ഈ ഒരു മൊത്തത്തിലുള്ള ഇതിന് ചേരുവകളെല്ലാം കൂടിയിട്ട് ഈ അഭിനയം എല്ലാം കഴിഞ്ഞ് രാത്രി ആകുമ്പോഴേക്കിനും കൊഞ്ഞാട്ടാവോ? ഈ ഇത്രയും എനർജി പോയി കഴിയുമ്പോഴേക്കിനും ആ കുഴഞ്ഞു പോകും. രാത്രി ആകുമ്പോഴല്ല, ഒരു ഷോട്ട് കഴിയുമ്പോൾ കുഴയും. എന്തിന് രാത്രിത്തൊക്കെ വെയിറ്റ് ചെയ്യുന്നത്? സ്റ്റാമിനൊക്കെ വളരെ കുറവല്ലേ, കുറഞ്ഞു വരികയാണ്. ക്യാമറ സ്റ്റാർട്ട് ആക്ഷൻ എവിടുന്ന് ഒരു ഊർജ്ജം അല്ലേ? അത് ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതകരമായിട്ട് കണ്ടിട്ടുള്ളത് എൻ പിള്ള സാറാണ്. ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിക്കുമ്പോൾ ഇദ്ദേഹത്തിന് എഴുന്നേറ്റ് വെക്കണമെങ്കിൽ പിടിച്ച് എഴുന്നേപ്പിച്ച് 2 പേരും കൊണ്ടൊന്ന് ഇങ്ങനെ നിർത്തി നിന്ന് പുള്ളിയൊക്കെ നിന്ന് സാറേ ഇപ്പോൾ ഡയലോഗ് പറഞ്ഞു കൊടുത്ത് ഓക്കെ എടുക്കാം റെഡി സ്റ്റാർട്ട് ക്യാമറ എന്ന് പറയുമ്പോൾ ക്യാമറ സ്റ്റാർട്ട് നമ്മുടെ ഫിലിമാണല്ലോ, ആ ഓടുന്നപ്പോൾ പുള്ളി ഇങ്ങനെ മലക്കും. അത് ഭയങ്കര അത്ഭുതമാണ് സാർ. എന്നിട്ട് ഇറങ്ങി പോടാൻ തുടങ്ങിയാൽ കട്ട് എന്ന് പറയുമ്പോൾ
കുഴഞ്ഞു അപ്പം ഓടിച്ചത് പിടിച്ചോളണം. ഫീഡ് പോലെ അയ്യോ, പിടിച്ച് നേരെ കൊണ്ട് അത് ഭയങ്കര അത് പറഞ്ഞ പോലെ അതൊരു ആ ജോലിയുടെ ഒരു പ്രത്യേകത. അല്ല, ലാലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു കൺസിസ്റ്റൻസി, ഒരു എന്താ പറയണ്ടേ, ഒരു ISI മാർക്ക് എന്ന് പറഞ്ഞ പോലെ ലാലിൻ്റെ മുകളിൽ ഒരു ISI മാർക്ക് ഇട്ടിട്ടുണ്ട്. ലാല് ബുദ്ധിമുട്ടുള്ള സാധനമാണെങ്കിലും അത് എങ്ങനെയെങ്കിലും അങ്ങോട്ട് ഫലിപ്പിക്കും. നേരത്തെ പറയും MG മിനിമം ഗ്യാരണ്ടിയുള്ള മലയാളത്തിലെ അപൂർവം സിനിമാക്കാരിലൊരാളാണ് താങ്കൾ. ഞാൻ മാത്രമല്ല, ഈ അഭിനയത്തിൽ ആ ഒരു നിലവാരം നിരന്തരം സൂക്ഷിക്കുന്നുവെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പറയാൻ ആഗ്രഹിച്ച ഒരാൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ ആക്ടിങ്ങിൽ കൺസിസ്റ്റൻസി നിലനിർത്താൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. താങ്കൾക്കതിന് സാധിക്കാറുണ്ട്. അത് രണ്ട് തരത്തിലുള്ള ഏത് ലെവൽസിലുള്ള കഥാപാത്രം ചെയ്യുമ്പോഴും ആ കൺസിസ്റ്റൻസി താങ്കൾ നിലനിർത്തുന്നുണ്ട്. ബോഡി ലാംഗ്വേജിലൊക്കെ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി താങ്കൾക്ക് സാധിക്കാറുണ്ട്. അതെങ്ങനെയാണ് താങ്കൾ അത് നിലനിർത്തുന്നതെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട്. അങ്ങനെയൊന്നും ഇല്ലല്ലേ? അങ്ങനെ അതാണ് ഞാൻ ഞെട്ടിയിരിക്കുന്നത്. കാരണം ഇവരൊക്കെ മറ്റേ അഭിനയ സ്കൂളിലൊക്കെ ആളുകളാണ്. അതെ, തിയേറ്ററിലൂടെ വന്ന നമ്മളൊന്നും പഠിച്ചിട്ടുള്ള ആളല്ല. നമ്മൾ പുല്ലേപ്പടി യൂണിവേഴ്സിറ്റി പഠിച്ചത്. അത് തന്നെ നമ്മൾ പാസ്സായിട്ടില്ല. അല്ല, സീരിയസ് ആയിട്ട് പറയുന്നത് ഇപ്പം ഇതിനകത്ത് അഭിനയം ഇതാണ് അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്ന ഒരു കാര്യങ്ങളും നമുക്കറിയില്ല. ഒരു സ്ക്രീൻ അറിയാം, അതിന് മുമ്പിലിരിക്കുന്ന ആളുകളറിയാം, ആളുകളുടെ അവസ്ഥയിൽ നിന്നിട്ട് നമുക്ക് ആ സിനിമ കാണാനറിയാം എന്ന് പറയുന്ന കാര്യങ്ങൾ അറിയൂ. ഞാനൊരു സിനിമയ്ക്ക് ഗെറ്റപ്പിൻ്റെ കാര്യത്തിൽ ഇപ്പം എന്താ പറയുക, മുടി വെട്ടണോ, വിഗ് വെക്കണോ, താടി ചുരുക്കണോ, താടി പഠിച്ചു കളയണോ എന്നുള്ള കാര്യത്തിലൊക്കെ നമ്മൾ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ ബോഡി ലാംഗ്വേജിൻ്റെ കാര്യത്തിലൊക്കെ അതൊക്കെ കഥ കേട്ട് ആ സമയത്ത് ആ ഡയലോഗ് വന്നിട്ട് മിക്കവാറും ആ ഷോട്ട് എടുക്കുന്ന സമയത്ത് വരുന്നൊരു കാര്യം. പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ ആ പടത്തിലെ പോലെ അല്ല ഈ പടത്തിലെന്ന്. രൂപത്തിൽ മാത്രമല്ല അയാളുടെ കണ്ണുകളിലും മനസ്സിലും ഒക്കെ അയാൾക്ക് ആ മാറ്റം ഉണ്ടെന്ന് എനിക്ക് അത് കഴിഞ്ഞിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഞാൻ അത്ഭുതകരമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് കൊള്ളാമല്ലോ എന്ന് പറയുന്ന സംഭവം ഇത് ഞാൻ തന്നെയാണോ? അത് ഞാൻ തന്നെയാണ്. എനിക്ക് എങ്ങനെ പറ്റി എന്ന് പറയുന്നത്. എനിക്കിപ്പോൾ കുറച്ച് നേരത്തെ ഈ ഒഴിമുറിയുടെ ക്ലിപ്പിട്ടപ്പോൾ എനിക്ക് കണ്ണറിഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അസലായിട്ടുണ്ടെന്ന് ഞാൻ പറയുകയും ചെയ്തു. അപ്പം എന്നെപ്പറ്റി പോലും ഞാൻ അങ്ങനെ പറയാനായിട്ട് എനിക്ക് കിട്ടേണ്ട അംഗീകാരം നമ്മൾ പറയും. നല്ലതാണെങ്കിൽ ഞാൻ പറയും, മോശമാണെങ്കിൽ. ഷട്ടറിലെ അഭിനയം അതാ എനിക്ക് 24 മണിക്കൂർ ആ ഒരു ഭയങ്കര സംഭവമായിരുന്നു. ആ പടത്തിൽ വിളിച്ചപ്പോൾ ഈ നെടുമുടി വേണുവിൻ്റെ അടുത്ത് ഒരിക്കലും ചോദിച്ചു, വേണിച്ചേട്ടൻ എങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം? വേണിച്ചേട്ടൻ പറഞ്ഞാൽ എനിക്ക് ഈ കഴുത്തിന് താഴേക്ക് തളർന്ന് കിടന്നിട്ട് ബെഡിൽ ഇങ്ങനെ കിടക്കുക, വരിക ഇരിക്കുക, അങ്ങനത്തെ ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. മടി, കാരണം ഒന്നും ചെയ്യണ്ടല്ലോ, നടക്കണ്ട, ഡയലോഗ് പഠിക്കണ്ട, പറയാനുള്ള ഡയലോഗ് പതുക്കെ ആയിരിക്കുള്ളൂ. അപ്പോൾ ഓരോരുത്തർ പറഞ്ഞു കൊടുത്തിട്ട് പതുക്കെ പറഞ്ഞാൽ മതി, ഒരു ജോലിയില്ല, ഷോട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ കിടക്കാം. അപ്പം അങ്ങനത്തെ റോൾ ചെയ്യാൻ ഇഷ്ടം എന്ന് പറഞ്ഞ പോലെ ഈ ഷട്ടറിനെ വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഒരു മുറിക്കാത്ത ആളുകളെയും കാണണ്ട, ജനത്തിരക്കുമില്ല, അവിടെ ഇരുന്നിട്ടാണ് ഒരു 65% അതിനകത്ത് തന്നെ. പക്ഷെ അത് അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായി. നമ്മുടെ ഈ ശരീരവും അതൊന്നും കാര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ നമ്മുടെ മുഖം കൊണ്ടും ശബ്ദത്തിൻ്റെ ഇത് കൊണ്ടിട്ട് മാത്രം പകരം വെക്കാനില്ല, താങ്കൾ തന്നെ വേണം. അത് കേൾക്കാൻ ആംബിയൻസ് ഇല്ല, താങ്കളുടെ ഒരു രൂപവും താങ്കളുടെ ഭാവചേഷ്ടകൾ. പക്ഷേ ജോയ് മാത്യു ഒന്ന് കഥ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് നിങ്ങൾക്ക് അഭിനയിച്ചു കൂടാൻ തോന്നി. എനിക്ക് ജോയ് മാത്യു എന്ന പടത്തിന് കറക്റ്റായിട്ടുള്ള ആളെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ദുബായിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ലക്ഷണമുണ്ട്, അതിനകത്തുള്ള റഷീദിൻ്റെ ഒരു മുഖച്ഛായ ഉണ്ട്, ഇയാളുടെ സംഭാഷണം എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ടൻ, അത് മിടുക്കൻ അയാൾ. ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്താൽ പോലും എന്തിനാ എന്നെ കൊണ്ടുവരണം, ഞാൻ അഭിനയിച്ചുകൊണ്ട് ഇതിനകത്ത് ആളൊന്നും അഡീഷണലായിട്ടൊന്നും വരാൻ പോകുന്നുണ്ട്, നിങ്ങൾ ചെയ്ത് ഗംഭീരമായിരിക്കും. പുള്ളി പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു പുള്ളി നടനൊക്കെയാണെന്ന്, അറിയാമായിരുന്നു ഞാൻ നിർബന്ധിച്ച ആളെ കൊണ്ട് ചെയ്യിച്ചാനാന്ന്. പുള്ളി പറഞ്ഞാൽ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ അഭിനയിക്കുന്നത്. താങ്കളോട് ഒരുപാട് സിനിമകളിൽ ഭാഗവാക്കായ ഒരാളാണ് മുകേഷ്. നല്ല സൗഹൃദമാണല്ലേ? പിന്നെ ഈ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മുകേഷ് കോൺട്രിബ്യൂട്ട് ചെയ്യുമോ? ചർച്ച ചെയ്യുമ്പോൾ കോൺട്രിബ്യൂഷൻ നമ്മൾ ആ പരിപാടിയില്ല. കഥ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഡിസ്കഷൻ ടൈമിലൊന്നും ആർട്ടിസ്റ്റുകളൊന്നും നമ്മളങ്ങനെ വിളിക്കാറില്ല. കഥ എല്ലാം കംപ്ലീറ്റ് ഒരു ഇംപ്രവൈസേഷനൊരു സ്കോപ്പ് നടന്മാർക്ക് കൊടുക്കും. ഉറപ്പായിട്ടും. ഇപ്പം നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് കണ്ട മറ്റേ റാംജി റാവുവിലെ മുണ്ട് അതാ ശരിക്കും നല്ല ഇംപ്രവൈസേഷൻ നടന്ന സീനാണ്. അത് പിന്നെ ഇന്നസെന്റ് തന്നെയാണോ അതോ മുകേഷിന്റെ ആണോ? മുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞാണ്, പക്ഷേ ഈ മുണ്ട് എന്നൊക്കെ പറഞ്ഞത് അതപ്പോൾ അവിടെ വെച്ചുണ്ടായതാണ്. പക്ഷെ ആ മുണ്ടെടുത്ത് ഇവിടെ കൊടുത്തിട്ട് അത് ഇപ്പുറത്തോട് പാസ് ചെയ്തു എന്നൊക്കെ പറയുന്ന ആ കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ വെച്ചിട്ട് പ്ലാൻ ചെയ്തതാണ്. അതാണ് കൃത്യമായിട്ട് പറഞ്ഞെന്നറിയില്ല, പക്ഷെ ആ സമയത്ത് പ്ലാൻ ചെയ്തു. അങ്ങനെ സ്വാതന്ത്ര്യം നടന്മാർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വേണ്ട ഇവർക്കൊക്കെ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടമായില്ലെങ്കിൽ
അവർക്ക് അപ്പം അത് മനസ്സിലാവും. നമ്മുടെ പറയേണ്ടി വരില്ല. നമ്മുടെ മുഖത്തുണ്ട് അത്. ചില ആർട്ടിസ്റ്റുകൾ അങ്ങനെയല്ല, വന്ന് പറഞ്ഞ് നമ്മളത് ഒന്ന് പ്രകടിപ്പിച്ച് എന്നിട്ട് മനസ്സിലായി വീണ്ടും അല്ല ഞാൻ പറഞ്ഞ മനസ്സിലായില്ല അതുകൊണ്ട് വീണ്ടും പറഞ്ഞ് അതൊരു ശല്യമായിട്ട് മാറുന്ന ചില ആളുകളുണ്ട്. അവരെയൊക്കെ നമുക്ക് പേടി. നമുക്കൊന്നത് അത് വേണ്ടാന്ന് പറയാൻ സട്ടിലായിട്ട് കാര്യം വ്യക്തമാവും. വലിയ കാര്യമായിട്ട് ഇവരൊന്നും പറഞ്ഞിട്ട് നമുക്ക് നോ എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരാളല്ലേ ഒരാളെ കൊണ്ട് പിണക്കാൻ ബുദ്ധിമുട്ടാണ്. മുകേഷ് എന്തോ പറയാനുണ്ട്? ഒരു സംവിധായകൻ എന്ന നിലയിലും ഒരു തിരക്കഥാകൃത്ത് എന്ന നിലയിലും നടനെന്ന നിലയിലും നിർമ്മാതാവെന്ന നിലയിലും ഞാൻ ലാലിനെ കണ്ടിട്ടുണ്ട്. ഇതിലെല്ലാത്തിലും തന്നെ ലാല് വിജയം കൊയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം, ഈ ലാൽ അഭിനയിച്ച ഒരു സിനിമ വിജയിക്കുമ്പോഴാണോ, സംവിധാനം ചെയ്ത ഒരു സിനിമ വിജയിക്കുമ്പോഴാണോ, നിർമ്മിച്ച ഒരു സിനിമ വിജയിക്കുമ്പോഴാണോ കൂടുതൽ സംതൃപ്തിയും സന്തോഷവും? അപ്പോൾ ലാൽ ഒരു പക്ഷേ പറയും മൂന്നും എൻ്റെ കുഞ്ഞുങ്ങളാണ്, മൂന്നിനെയും എനിക്ക് ഒരേപോലെ കണക്കാക്കാൻ അതൊക്കെ പഴയ ഒരു രീതിയാണ്. അതുകൊണ്ട് ചോദ്യം ഞാനൊന്ന് മാറ്റുകയാണ്, ഇത് മൂന്നിൽ ഏത് വിജയം വരുമ്പോഴാണ് ലാലിൻ്റെ ഫാമിലിക്ക് സന്തോഷം? അത് നിർമ്മാതാവെന്നുള്ള അല്ല, ഇനി ഒരാൾ കൂടെ ഒരു പക്ഷേ അത് സമാനമായൊരു ചോദ്യമുണ്ട്, ഒരുമിച്ച് കൈകാര്യം ചെയ്യാം നമുക്ക്. അപ്പോഴേക്ക് ആലോചിക്കാൻ സമയം കിട്ടും കേട്ടോ ലാല്. എനിക്കൊറ്റ ചോദ്യമേ ഉള്ളൂ, എനിക്കിപ്പോൾ കൺഫ്യൂഷനാണ്. ലാല് ഒരു നല്ല പ്രൊഡ്യൂസറായിട്ടാണോ ഇനി ഭാവിയിൽ വരുന്നത്, നല്ലൊരു സംവിധായകനായിട്ടാണോ, അതോ ലാല് ഒരു നല്ല അഭിനേതാവാകാനാണോ ലാൽ ആഗ്രഹിക്കുന്നത്? എന്താണ് ലാലിൻ്റെ ഐഡിയ? മുകേഷ് അത് കടത്തി പറഞ്ഞു കഴിഞ്ഞു. അതായത് ഈ യാന്ത്രികമായിട്ട് ചില മറുപടിയൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുന്നൊരു സ്വഭാവക്കാരനാണ് ലാല്. അയാളെ കടന്ന് ഇങ്ങനെ പിടിച്ചാൽ മാത്രമേ നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ വഴുതി പോകും എന്ന് മുകേഷ് നന്നായിട്ട് അറിയാം. അല്ല, മുകേഷ് ഭയങ്കര ഭീകരനാണ്. കാരണം ഇപ്പം മുകേഷിന് കിട്ടിയത് എന്തോ എത്ര പറയാ 10-20 സെക്കൻഡ് ടൈമാണ്. സാധാരണ ഇവർ വന്ന് ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഇരുന്ന് കൈയടി വാങ്ങിക്കുക എന്ന് പറയുന്നത്, ആ സ്ക്രീനിൽ വന്നിട്ട് കൈയടി വാങ്ങിക്കാൻ പറ്റിയ 20 സെക്കൻഡ് കൊണ്ടിട്ടെന്ന് പറയുന്നതാണ് അങ്ങേറ്റം എടുക്കും. ചോദ്യം ഉത്തരം പുള്ളി തന്നെ പറഞ്ഞു. മിക്കവാറും ഞാൻ ആ ഉത്തരം തന്നെ ആയിരിക്കുള്ളൂ ചിലപ്പോൾ പറയാം. സാധാരണഗതിയിൽ പറയുന്നത് അത് തന്നെ ആയിരിക്കുള്ളൂ. കാരണം വെച്ചാൽ അതൊക്കെ തന്നെയാണ് അതിൻ്റെ സത്യം. ഇത് മൂന്നും സംതൃപ്തി. ഇത് വീട്ടുകാരെ എന്താണെന്ന് ചോദിച്ചാൽ അവസാനം ഉറപ്പായിട്ടും വീട്ടുകാർക്ക് ഞാൻ ഡയറക്റ്റ് ചെയ്ത പടം സക്സസ് ആകുന്നത് തന്നെ ആയിരിക്കും ഇഷ്ടം. സംവിധാനം ചെയ്ത പടം ജീൻ എന്താ താല്പര്യം? ലാൽ എന്നുള്ള സംവിധായകനെയാണോ? ഒരുപക്ഷെ ജീൻ പ്രിഫർ ചെയ്യുന്നതായിരിക്കും അല്ലേ, ഒരു സിനിമയുടെ ഒരു ക്രാഫ്റ്റും കാര്യം. അവൻ തന്നെ ഒരു ഡയറക്ടർ എന്നുള്ള നിലക്ക് അവന് ഞാൻ ഭയങ്കര ഡയറക്ടറാണ് അല്ലെങ്കിൽ ഭയങ്കര സെൻസുള്ള ആളാണെന്നുള്ള തെറ്റിദ്ധാരണ അവനുണ്ട്. ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. ഞാൻ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇല്ല. അല്ലെങ്കിൽ പപ്പ ഇതിനകത്ത് ഇറങ്ങുകയാണെങ്കിൽ, പപ്പ ഇതിന് വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് കൃത്യമായിരിക്കും. പപ്പ ചെയ്താൽ മതി എന്നൊക്കെ പറയുന്ന പപ്പ എന്ന് വല്ലാണ്ട് മനസ്സിൽ വളർത്തി വെച്ചിട്ടുണ്ട്. അവനൊരു വല്ലാത്ത പയ്യനാണല്ലോ, ഇത്രത്തോളം അന്ധമായിട്ടൊരു ധാരണ. എന്നാലും അവന് പറയാനുള്ള ചില കാര്യങ്ങൾ അവൻ ശക്തമായിട്ട് പറയുകയും ചെയ്യും. അവൻ തന്ത്രശാലിയായിരിക്കും. നിങ്ങൾ വലിയ മഹാനാന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ ന്യൂനത പറയുന്നത്. എന്നുവെച്ചാൽ ലാലിലെ നയന്ത്രത ഒരുപക്ഷെ മകനിലേക്ക് പാർന്നിട്ടുണ്ടോ? ശരി, വേണം ഒരു കാര്യം, അവനെ ഇപ്പോൾ കൊണ്ടുവന്നില്ലെങ്കിൽ അവൻ പണക്ക് പോകും. അതാണ്. ഞാനും പപ്പയും ഞങ്ങൾ വളരെ അടുത്ത ഫ്രണ്ട്സിനെ പോലെയാണ്. ഞങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പുതിയതായിട്ട് എന്തോ ഷോയിൽ ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ എനിക്കൊന്നുമില്ല. പക്ഷേ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ആരെങ്കിലും എന്നെ പറ്റി ഒരുപാട് പേര് കാണുന്നൊരു ചാനലിൽ പൊക്കി പറയുന്നത് കേൾക്കാൻ. അതുകൊണ്ട് പപ്പയ്ക്ക് എന്താണ് എന്നെ പറ്റി അഭിപ്രായം? സന്തോഷമുള്ള കാര്യം വേറെ ഒന്നല്ല. ഇതിന്റെ അടുത്തുണ്ടെന്ന് എനിക്കറിയായിരുന്നു, എന്നെ ഒന്ന് കവർ ചെയ്ത് പോകണമെന്ന് എനിക്കറിയായിരുന്നു. പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഭയങ്കര സന്തോഷമുണ്ട് തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ ഞാൻ നേരത്തെ മുകേഷിൻ്റെ കാര്യം പറഞ്ഞ പോലെ ചെറിയ സ്ഥലത്ത് പോലും അത് പഞ്ചിങ് ആയിട്ടൊരു കാര്യം പറയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ സക്സസ് ഒരാളെ സംബന്ധിച്ചിടത്തോളം. അവനത് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ കാര്യത്തിനകത്താണെങ്കിൽ ഇപ്പോൾ അതിനകത്തൊരു ഹ്യൂമറിൻ്റെ എലമെന്റ് അതിനകത്ത് വന്നു എന്നൊക്കെ പറയുന്നത്, അതുണ്ടാക്കാൻ പറ്റുന്നത് നിസ്സാര കാര്യമല്ല. അതാണ് പലർക്കും പറ്റാത്തത്. 2 മണിക്കൂറൊക്കെ പ്രസംഗിച്ച് നശിപ്പിക്കുന്നതിനേക്കാൾ ചിലപ്പോൾ ഒരു മിനിറ്റ് സംസാരിക്കുന്ന ചിലർ ഒന്ന് ഭയങ്കര സ്കോർ. ഒരുപക്ഷെ ലാൽ പറയാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് അവൻ പേരുദോഷം ഉണ്ടാക്കില്ല. ഉറപ്പായിട്ടും അതല്ലേ ലാൽ അവനെ. കാരണം എനിക്ക് അവൻ്റെ കഴിഞ്ഞ പടത്തിൽ തന്നെ ഞാൻ അവനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ എനിക്ക് പറ്റും. ഒരു സെക്കൻഡ് ഞാൻ ചോദിച്ചോട്ടെ, അപ്പൻ ഒരൊറ്റ അടി ലാലിനോട് കൊടുത്തു, അതാണ് ലാലിന് കിട്ടിയ സർട്ടിഫിക്കറ്റ്. ഇവന്റെ സിനിമ കണ്ടിട്ട് എന്താ കൊടുത്തേ? ഞാൻ അവനെ കെട്ടിപ്പിടിച്ചു. തലമുറ മാറി കണ്ട. അതാണ് ഇതാണ് പുല്ലേപ്പടിയിലെ പോളേട്ടൻ്റെ ഒറ്റ അടി. ഈ ഷൂട്ടിന്റെ ഇടയ്ക്ക് എന്നെ ബ്രോ എന്നാ വിളിച്ചത്, ഞാൻ അവനെ ബ്രോ എന്നാ വിളിച്ചത്. ബ്രദറെ താങ്കൾ ചെറുപ്പമായിരിക്കാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹം കൊണ്ട് അവനെ തുടങ്ങി വെച്ചത്. അത് അവരുടെ സെറ്റിൽ മൊത്തത്തിൽ അവരങ്ങനെ ബ്രോ എന്ന് വിളിച്ചിരുന്നത്.
കുറച്ച് കഴിഞ്ഞപ്പോഴും അവൻ്റെ ഷോട്ടൊക്കെ എടുക്കുമ്പോൾ എന്നാൽ പിന്നെ ബ്രോ എടുക്കാം എന്നൊക്കെ ചോദിച്ചു തുടങ്ങി. ഞാൻ ഓക്കെ ബ്രോ എന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ ഇപ്പോൾ അവൻ മകനല്ല സഹോദരനാണെന്ന് അംഗീകരിച്ച് കഴിഞ്ഞു. ഇപ്പോൾ അവൻ നല്ല ഫ്രണ്ടായിട്ടാണ് പിന്നെ അവൻ്റെ എന്തും പറയാം. അവൻ നാൻസിയും ഇവനൊക്കെ തമ്മിലൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതിനേക്കാൾ അപ്പുറത്ത് കിടന്നിട്ടുള്ള കാര്യങ്ങളാണ് അവർ തമ്മിൽ പറയുന്നത്. ഇവനെ എന്തെങ്കിലും വാൺ ചെയ്യേണ്ട സമയം വന്നിട്ടുണ്ടോ, സന്ദർഭം? അനുസരിച്ച് അവന് ഈ രാത്രി മൊത്തം ഇരുന്ന് എഴുതുകയും പകലും കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്നൊരു ശരിയല്ലാത്ത സ്വഭാവം ഉണ്ട്. അക്കാര്യത്തിനാണ് ഞാൻ അതൊക്കെയാണ് ഇപ്പോൾ കുഴപ്പമില്ല. ഞാൻ പഴയ കഥകളൊക്കെ കുറെ പറഞ്ഞിട്ടുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയത്, വീട്ടുകാരനെ അഴിച്ചുവിട്ടത്, അതൊക്കെ ഇപ്പൊ തിരിച്ച് പപ്പ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ 4 മണിക്കാണ് വീട്ടിൽ വരുന്നപ്പോൾ ഒന്നും ചോദിക്കാറില്ലാന്ന്. ഞാനിപ്പോ ഇന്നലെ ഒരു ദിവസം നോക്കുമ്പോൾ പപ്പ അങ്ങനെ ചോദിക്കുന്നത്, അത് ഞങ്ങൾക്ക് ഒരുപാട് നമുക്ക് പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് മറുപടി ഇല്ലാണ്ടാകുന്നൊരവസ്ഥകളുണ്ട്. ഉത്തരം മുട്ടുകയാണ്. പ്രണയത്തിന് ഇവന് അഡ്വൈസ് കൊടുക്കാറുണ്ടോ? അല്ല, അവന് പ്രണയത്തിനോ? ഞാൻ പ്രണയത്തിന്റെ കാര്യത്തിൽ വളരെ വീക്കായി പോയി. ഞാൻ അതിനകത്ത് വീക്ക് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. വീക്കല്ല, കിട്ടുന്ന വീക്കുണ്ടോ? അല്ല, ഞാൻ പ്രണയിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം ശരിക്കും പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണിനെ അത് മകനോട് കോമ്പൻസേറ്റ് ചെയ്യാൻ പറഞ്ഞില്ലേ? അവനൊക്കെ അങ്ങനെ അവനും വലിയ പ്രണയമൊന്നും ഉണ്ടായിട്ട് എനിക്കറിവില്ല. ചില ഫ്രണ്ട്സ് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞു ഒരു ആമ്പിള്ളേരും പെമ്പിള്ളേരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്ന കാര്യങ്ങൾ അവർ ഒരുമിച്ച് നടക്കുന്നതൊക്കെ നിസ്സാര കാര്യങ്ങളായി പോയി. പക്ഷെ മകനിലുള്ള ടാലൻസ് കണ്ടെത്താൻ പപ്പയ്ക്ക് പറ്റി. എനിക്ക് ആദ്യം പറ്റിയില്ലായിരുന്നു എന്ന് പറഞ്ഞൊരു കുറ്റബോധം എനിക്കുണ്ട്. പണ്ട് അവന് ഈ വിഷ്വൽ അവനെ ബാംഗ്ലൂരിൽ പഠിപ്പിക്കുന്ന സമയത്ത് അവനെ ഒരു സിനിമാ രംഗത്തേക്ക് കൊണ്ടുവരാൻ താല്പര്യം. എന്നാൽ നിർബന്ധിച്ചു കൊണ്ടുപോയിട്ട് എന്താണ് ടൂറിസം സുനാഫി കൊണ്ട് ചേർത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അറിയുന്നത് സ്കൂളിൽ വെച്ചൊക്കെ എന്താ ടൂറിസം സുനാഫി. അത് കഴിഞ്ഞാണ് മനസ്സിലായി ട്രാവൽ ആൻഡ് ടൂറിസം എന്തോ. അത് കഴിഞ്ഞപ്പോൾ ഇവൻ സ്കൂളിലൊക്കെ പരിപാടികളൊക്കെ അവതരിപ്പിക്കുമായിരുന്നു. ഇവനില്ലെങ്കിൽ അവിടെ സ്കൂളിൽ പ്രോഗ്രാം നടക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ അവസ്ഥയിൽ തന്നെ അവിടെ പാട്ടായിരുന്നു. പക്ഷെ നമ്മളെന്തും തന്നെ ക്ഷണിച്ചിട്ടില്ല, നമ്മൾ പോയി കണ്ടിട്ടില്ല. പിന്നെ ഇവൻ കോളേജിൽ അവിടെ ബാംഗ്ലൂർ കോളേജിൽ ചെന്നിട്ട് ക്രൈസ്റ്റ് കോളേജിൽ ചെന്നിട്ട് അവിടെ പ്രോഗ്രാംസ് ഒക്കെ നാടകങ്ങൾ എഴുതി അവതരിപ്പിക്കുന്നുണ്ടെന്നൊക്കെ ഇപ്പോൾ പിന്നീടേ അറിഞ്ഞു. അപ്പോൾ എനിക്കത് ഞാനൊരു അബദ്ധം ചെയ്തു തോന്നണുണ്ടായിരുന്നു. പിന്നെ അവൻ എൻ്റെ കൂടെ ഒരു പടത്തിന് വർക്ക് ചെയ്തു. അതിനകത്ത് അവൻ ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തു. ടു ഹരിഹരൻ പടത്തിന്. അതിനുശേഷം ഗോസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ സിനിമ വന്ന സമയത്ത് അവൻ ക്ലാസ്സുള്ള ടൈം വന്നു. അപ്പോൾ ഞാൻ നിർത്തി പോരട്ടെ, അപ്പം ഞാൻ ഇതൊന്നും ആകാൻ പോണില്ല, എനിക്കത് അപ്പം നീ പോരെന്ന് തോന്നുന്നു. ഇനി ഒരിക്കൽ കൂടി തെറ്റ് ചെയ്യരുതെന്ന് തോന്നിയോണ്ട് പോരാൻ. അപ്പോഴാണ് ഒരു എന്താ പറയണ്ട ഒരു ഉൾവിളി ബോധോദയം ഉണ്ടായത്. അതെ അതെ അതെ, ഇത് എൻ്റെ മകൻ തന്നെയാണ്, ഇവനെ നമുക്ക് അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റില്ല. എൻ്റെ മകൻ തന്നെയാണെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ അവനില് ഞാൻ എത്രത്തോളം ഉണ്ടെന്ന്, നമ്മുടെ അംശം എത്രത്തോളം അവന് കിട്ടി എന്നുള്ള കാര്യം അപ്പോൾ ഉറപ്പിച്ചു. പക്ഷെ ഈ മകൻ്റെ ടാലൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ വലിയൊരു സ്നേഹധനനായിട്ടുള്ള പിതാവ് അല്പം വൈകിയെങ്കിലും മറ്റുള്ള കലാകാരന്മാരിലെ ടാലൻസ് വളരെ എളുപ്പത്തിൽ ലാല് കണ്ടെത്തുമെന്ന് ലാലിനെ അറിയാവുന്ന ആൾക്കാർ പറയുന്നുണ്ട്. ഞാൻ പറയുന്നില്ല, വേണേ അങ്ങനെ പറയുന്ന ഒരാളെ വേണേൽ കൊണ്ടുവരാം. ലാലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ലാല് ഒരു നല്ല ഡയറക്ടർ മാത്രമല്ല, നല്ലൊരു ബിസിനസ്മാൻ കൂടിയാണ്. എന്ന് പറഞ്ഞാൽ ലാല് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് പടങ്ങൾ നമുക്കറിയാം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ 2 പടത്തിൽ ലാലിൻ്റെ അഭിനയിച്ചു, ഹരിഹർ നഗറും ഗോസ്റ്റ് ഹൗസും. അപ്പോൾ ലാലിന് ഒരു സിനിമയുടെ കച്ചവടത്തെക്കുറിച്ച് വളരെ പൂർണ്ണമായിട്ട് അറിയാം, കൃത്യമറിയാം. ഒരു സിനിമയിൽ എന്തെന്ത് സീനുകൾക്ക് ആ സീനുകളുള്ള പഞ്ച്, ആ സീനിൽ ചിരി, കയ്യടി, ജനങ്ങളിലേക്ക് ആകർഷിക്കുന്ന ചില ഘടകങ്ങൾ, അത് കൃത്യമായിട്ട് ഒരു നല്ല ഒരു കച്ചവട മനസ്സതിയും കൂടെയുള്ള ഒരാൾക്ക് പടം ഡയറക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സുഖം അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകത അത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അത് പരിപൂർണമായിട്ട് ലാലിൻ്റെ മനസ്സിൽ ഉണ്ട്. അശോകന് വളരെ സീരിയസ് അല്ലേ? അതിൻ്റെ എല്ലാ ദുരന്തങ്ങളും അശോകൻ ഏറ്റുവാങ്ങുന്നുണ്ടല്ലേ സെറ്റില്? അശോകന് കൊല്ലലാണ് ഈ മുകേഷിനും ജഗദീഷിനും ഒക്കെ ഉള്ള സ്ഥിരം ഹോബി. ഇയാള് വളരെ പാവം മനുഷ്യനാണ്, നല്ല ആളാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്തൊരു കുഴപ്പം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നും ഈ ചോദ്യങ്ങളിൽ നിന്നും പുള്ളിക്ക് പിടുത്തം കിട്ടില്ല. വളരെ നിഷ്കളങ്കമായിട്ട് അത് കേട്ട് അതിന് ഉത്തരം പറഞ്ഞ് പോയി പലപ്പോഴും പോയി കുഴിച്ചാടുന്ന ആളാണ് അശോകൻ. ലാലിന്റെ ഒരു എഫിഷ്യൻസിയെ കുറിച്ച് അശോകന് ഭയങ്കര മതിപ്പുണ്ട്. അശോകന് വേറൊരു കാര്യം കൂടി ഉള്ളത്, അശോകൻ അഭിനയിക്കുന്ന സമയത്ത് അശോകൻ വളരെ മോശപ്പെട്ട നടനാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അഭിനയത്തിൻ്റെ കാര്യത്തിലും ചോദിക്കുന്ന സംശയങ്ങളുടെ കാര്യത്തിലുമൊക്കെ. സാറേ നമ്മുടെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് അങ്ങനെ സംശയത്തിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല, അങ്ങനത്തെ സംശയമൊക്കെ ആയിരിക്കും.
പക്ഷെ ഇയാൾ അഭിനയിച്ച സ്ക്രീനിൽ വന്നു കഴിയുമ്പോൾ ഞെട്ടിപ്പോകും. മറ്റാരെക്കാളും നന്നായിരിക്കുന്ന പുള്ളി. സ്ക്രീൻ പ്രസൻസ് അത് ഭയങ്കര സംഭവമാണ്. അത് എവിടെയോ പുള്ളിയുടെ കണ്ണിൽ എവിടെയോ സംഭവങ്ങളുണ്ട്. നമുക്കത് നേരിട്ട് കാണുമ്പോൾ അത് തോന്നേയില്ല. പക്ഷെ സ്ക്രീനിൽ വരുമ്പോൾ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന നടനാണ് അശോകൻ. എനിക്ക് വലിയ ഇഷ്ടമാണ് ആ കാര്യത്തിൽ. സ്ക്രീനാണൊരു നടനെ സൃഷ്ടിക്കുന്നത്. അതെ, ബാക്കി ഇപ്പം എന്തെല്ലാം ഗോഷ്ഠി അവിടെ കാണിച്ചിട്ടും അതെ. സിനിമ എന്ന് പറയുമ്പോൾ സിനിമയാണോ അതാണ് തന്നെയാണ്. അശോകൻ്റെ ചോദ്യത്തിൽ ഈ ലാൽ എന്നുള്ളൊരു ഓൺട്രപ്രണർ, ഒരു കച്ചവടക്കാരനെ അടിവരയിടുക. ഈ ലാലിങ്ങനെ പൈസ വാരി കൂട്ടുന്നതിനെ കുറിച്ച് അശോകന് കൃത്യമായ വിവരമുണ്ട്. അതുകൊണ്ടായിരിക്കും. ഞാൻ പക്ഷേ അങ്ങനെ വലിയ പൈസ ഒന്നും വാരി കൂട്ടിയിട്ടൊന്നും തന്നെ. പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. പല സിനിമാക്കാർക്കും കുറേ കഴിയുമ്പോൾ വീട്ടിൽ താമസിക്കാൻ മടിയാണ്, ഹോട്ടലുകളിൽ താമസിക്കാൻ ഇഷ്ടമെന്ന് പറയാറുണ്ട്. എന്നുവെച്ചാൽ അവരെ പിന്നെ ഹോട്ടലിൻ്റെ ഒരു സംസ്കാരത്തിലേക്ക് മാറും. പക്ഷെ ലാൽ അങ്ങനെയല്ല. ലാലിന് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയിട്ട് ഞാൻ വീട് വിട്ടിട്ടുണ്ട്. ഞാൻ എഴുതുന്നതൊക്കെ വീട്ടിൽ നിന്നിട്ട് എഴുതുള്ളൂ. ഒരു സീൻ എഴുതി കഴിഞ്ഞാൽ എനിക്ക് വായിച്ച് കേൾപ്പിച്ച് ഡിസ്കസ് ചെയ്തിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ വീട്ടുകാരായിട്ട്. അപ്പം അങ്ങനെ നാളെ ഞാൻ വീടിനോട് ചേർന്ന് കുറച്ച് മാറിയിട്ടൊരു റൂം പോലെയൊക്കെ എടുത്തിട്ട് അവിടെ ഇരുന്ന് എഴുതാൻ ശ്രമിച്ചു. അതുപോലും പറ്റാണ്ട് ഞാൻ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു. ലാൽ എന്നുള്ളൊരു കുടുംബസ്ഥനെ, കുടുംബനാഥനെ, അല്ലെ കുടുംബത്തിലെ അംഗത്തെ തിരിച്ചറിയുന്ന ഒരംഗം. അവൻ വീണ്ടും വരുവാണ്. അവൻ നമ്മളെ വിടാൻ തയ്യാറല്ല. പപ്പനെ പറ്റി എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പപ്പ ആസ് എൻ ആക്ടറാണോ, പപ്പ ആസ് എ ഡയറക്ടറാണോ, പപ്പ ആസ് എ പ്രൊഡ്യൂസറാണോ, എന്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, അല്ലെങ്കിൽ ആരെയാണ് ഞാൻ കൂടുതൽ ആരാധിക്കുന്നത്, ഫോളോ ചെയ്യുന്നത്? പക്ഷേ ടു ബി ഓണസ്റ്റ്, പപ്പ ആസ് എ ഡാഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ. കാരണം പപ്പയെ പോലെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പപ്പയെ പോലെ ഫാമിലിക്ക് വേണ്ടി ഇത്രയും ടൈം ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരാളെ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ വളരെ ചുരുക്കം പേരെ കണ്ടിട്ടുള്ളൂ. ഇല്ലയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആസ് എ ഫാമിലി പേഴ്സൺ ഹീ ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് പേഴ്സൺ ഐ ഹവ് സീൻ. ഒരുപാട് അഭിമാനമുണ്ട്, ഒരുപാട് ലക്കിയാണ് ഞാൻ. ലാൽ അറിയാതെ അവൻ്റെ മനസ്സിലേക്ക് ലാൽ കോറിയിട്ട വികാരത്തിൻ്റെ പ്രതിഫലനമാണ്. ലാലിന് സന്തോഷം കൊണ്ട് സന്തോഷാശ്രുക്കൾ വരുന്നുണ്ട്. നിങ്ങൾ ആളെ കരയിപ്പിച്ച് സ്ലോ മോഷനിൽ കാണിച്ച് കാശുണ്ടാക്കാനുള്ള പരിപാടി. നിങ്ങൾക്ക് സിനിമ ചെയ്യാം അല്ലേ, എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യണം അല്ലേ? അത് ശരി. ലാൽ, ഈ ഒരു കണ്ണുനീരാണ് ഒരുപക്ഷെ ലാലിന് മകനോടുള്ള, കുടുംബത്തോടുള്ള ആ ഒരു സൗഹൃദത്തിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം. ഒരുപക്ഷെ ഈ ഒരു ഗ്യാരണ്ടിയാണ് ലാലിന് പ്രേക്ഷകർ നൽകുന്നത്. പ്രേക്ഷകർക്ക് ലാൽ നൽകുന്ന ഗ്യാരണ്ടിയാണ് ലാലിൻ്റെ കണ്ണിൽ നിറഞ്ഞ ഈ ജലം. ഒരുപക്ഷെ ഈ ഒരു സന്തോഷം വരുമ്പോൾ കരയുന്ന, കരച്ചിൽ വരുമ്പോൾ ചിരിക്കുന്ന ഈ ലാല് ഇനിയും മലയാള സിനിമയിൽ ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഇത്രയും സമയം ഞങ്ങളോടൊത്ത് ചിലവഴിച്ചതിന് വളരെ നന്ദി. ലാലിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ. ഈ ഷോയെ ഞാൻ ഒരുപാട് പേടിച്ചിരുന്ന ആളായിരുന്നു. ഇതുപോലെ പേടിച്ചിരിക്കുന്ന ഒരുപാട് പേര് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ കുറച്ച് പേരെ കൊണ്ടുവരില്ലേ? അപ്പോൾ അവരോടൊക്കെ ഞാൻ ഇപ്പോൾ നേരിട്ട് പറയുന്നു, പേടിക്കണ്ട. വിഷമൊക്കെ ഉണ്ട്, പക്ഷേ പുള്ളി വിഷമൊക്കെ ഇപ്പോൾ തൽക്കാലത്തേക്ക് അടക്കി വെച്ചിട്ട് വളരെ മര്യാദയായിട്ട് നിൽക്കുന്ന ആളാണ്. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാം. ഇത് വളരെ രസകരമായിട്ടുള്ള, നമുക്ക് എന്തൊക്കെ നമ്മളെ വീണ്ടും തിരിച്ചറിയാനോ അല്ലെങ്കിൽ നമുക്ക് തിരിച്ചൊന്ന് ഓർമ്മിച്ചെടുക്കാനോ ഒക്കെ പറ്റുന്നൊരു നല്ല പ്രോഗ്രാമാണ്. എൻ്റെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും, എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നന്ദി. വിട്ടാസിന് താങ്ക് യു.